നമസ്കാരം. ചിഹ്നഗ്രഹങ്ങളെ പറ്റിയുള്ള വാർത്തകൾ നിരവധി വരാറുണ്ട്. വാർത്തകളിൽ ഇതിന് പ്രാധാന്യമേറാൻ ഒരു പ്രധാന കാരണം ചിഹ്നഗ്രഹം ഭൂമിക്കുണ്ടാക്കുന്ന അപകട സാധ്യത തന്നെയാണ്. ഡിസംബർ 1 റഷ്യയ്ക്ക് മുകളിൽ ഒരു ചിഹ്നഗ്രഹം കത്തിയമർന്നത് വലിയ വാർത്തയായിരുന്നു. ഈ ചിഹ്നഗ്രഹം ജ്വാലയുടെ വീഡിയോകളും ചിത്രങ്ങളും അന്ന് പുറത്തു വന്നതുമാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തിയാൽ പോലും ഒട്ടുമിക്ക ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും മനുഷ്യന് ഭീഷണിയാവാറില്ല. ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും സാധാരണയായി കത്തിയമരാറാണ് പതിവ്. അപൂർവം ചില സ്വാഭാവിക ബഹിരാകാശ വസ്തുക്കളെ ഭൂമിയിൽ പതിക്കാറുള്ളൂ. അങ്ങനെ ഉൽക്കകൾ പതിച്ച് മഹാഗർത്തങ്ങൾ രൂപപ്പെട്ട ചരിത്രം നമ്മുടെ വാസസ്ഥലമായ ഭൂമിക്കുണ്ട്. ഭൂമിക്ക് 75 ലക്ഷം കിലോമീറ്റർ അടുത്തെത്തുന്നതും കുറഞ്ഞത് 150 മീറ്ററെങ്കിലും വലുപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ ഭൂമിക്കും മനുഷ്യനും ഏതെങ്കിലും തരത്തിൽ ഭീഷണി സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൂ. എന്നാലും ഇപ്പോഴിതാ ഭൂമിയെ ലക്ഷ്യമിട്ട് വീണ്ടും ചിഹ്നഗ്രഹം പാഞ്ഞെടുക്കുന്നതായി നാസ. വരും മണിക്കൂറുകളിൽ ചിഹ്നഗ്രഹം ഭൂമിക്ക് ഏറ്റവും അടുത്തായി എത്തുമെന്നാണ് നാസ അറിയിക്കുന്നത്. ഭൂമിയോട് അടുക്കുന്ന സാഹചര്യത്തിൽ ചിഹ്നഗ്രഹത്തെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. 2025 IVA-2 എന്ന ചിഹ്നഗ്രഹമാണ് ഭൂമിക്കരികിൽ എത്തുന്നത്. 220 അടിയാണ് ഇതിന്റെ വലുപ്പം. മണിക്കൂറിൽ 83,788 കിലോമീറ്റർ വേഗതയിലാണ് ചിഹ്നഗ്രഹം സഞ്ചരിക്കുന്നത്. നിയർ എർത്ത് ഒബ്ജക്ട്സ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2025 IVA-2 വലിപ്പത്തിൽ ആശങ്കപ്പെടാൻ ഇല്ലെന്നാണ് ഗവേഷകർ പറയുന്നത്. എന്നാൽ ഇതിന്റെ വേഗത അല്പം ആശങ്കപ്പെടുത്തുന്നതാണ്. 2025 IVA-2 എന്ന ചിഹ്നഗ്രഹം ഭൂമിക്ക് 6 ലക്ഷത്തിൽ പരം കിലോമീറ്റർ അകലെ കൂടിയാകും കടന്നു പോകുന്നത്. നിലവിൽ ഈ ദൂരപരിധി സുരക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയെ അപകടത്തിലാക്കാൻ ഇതിന് കഴിയുകയില്ല. അതേസമയം വേഗതയെ തുടർന്ന് ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. ഇത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ ഇടിച്ചിറങ്ങാറുണ്ട്. അങ്ങനെ ചെയ്താൽ വലിയ ആഘാതമായിരിക്കും ഭൂമിക്ക് ഉണ്ടാവുക. ഈ സാഹചര്യത്തിലാണ് സൂക്ഷ്മമായി ചിഹ്നഗ്രഹത്തെ ഗവേഷകർ നിരീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.